വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് വർഗീയ പരസ്യം നൽകി കേരളത്തിന്റെ മതേതര മനസ്സിനെ CPM മുറിവേൽപ്പിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഹീനമായ തരത്തിലുള്ള വർഗീയത പ്രചരിപ്പിച്ച പരസ്യം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നും VD സതീശൻ. കുമ്പളയിൽ പോക്സോ കേസിൽ പ്രതിക്ക് 50 വർഷം കഠിന തടവും 4 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 13 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് വിധി. മലയോരത്തെ ആഘോഷലഹരിയിൽ ആഴ്ത്തി ഹോസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ കലോത്സവം. മികച്ച സംഘാടനവും ജനകീയ പങ്കാളിത്തവുമാണ് കലോത്സവത്തെ വേറിട്ടതാക്കുന്നത്. തീരമേഖലയിലെ പഞ്ചായത്തുകളിൽ പുലിയെ കണ്ടെന്ന പ്രചാരണമുയർന്ന സാഹചര്യം. വനം വകുപ്പ് അധികൃതർ സ്ഥാപിച്ച ക്യാമറകളിൽ പുലി സമീപമുണ്ടായില്ലെന്ന് കണ്ടെത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചുമട്ടുതൊഴിലാളി യൂണിയൻ INTUC ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബേക്കൽ ഫോർട്ട് ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബാത്തൂർ കഴകം പനത്തടി താനത്തിങ്കൾ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ആഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു. ചെയർമാൻ N ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. പാലക്കാട് വർഗീയ പരസ്യം നൽകി കേരളത്തിന്റെ മതേതര മനസ്സിനെ CPIM മുറിവേൽപ്പിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കാസർഗോട്ട് പറഞ്ഞു. CPIയും ഇലക്ഷൻ കമ്മിറ്റിയും ഈ പരസ്യം അറിഞ്ഞിട്ടില്ലെന്നും ഹീനമായ തരത്തിലുള്ള വർഗീയത പ്രചരിപ്പിച്ച് പരസ്യം തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നും VD സതീശൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തലേദിവസം CPM നൽകിയ വിവാദ പരസ്യം, വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരസ്യം, അത് കേരളത്തിൻ്റെ മതേതര മനസ്സിനെ മുറിവേൽപ്പിച്ചിരിക്കുകയാണ്. അത് ഉണങ്ങാൻ താമസമെടുക്കും. കാരണം സംഘപരിവാറിൻ്റെ അതേ വഴികളിലൂടെ യാത്ര ചെയ്ത് മതപരമായ ഭിന്നിപ്പുണ്ടാക്കണം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ പരസ്യം നൽകിയിരിക്കുന്നത്. ഇത് വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരസ്യമാണ് എന്ന് CPI തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇടതുമുന്നണിയുടെ പരസ്യമല്ല, ഇടതുമുന്നണി അല്ല ഇത് കൊടുത്തത്. അതിൽ CPIക്ക് യാതൊരു പങ്കുമില്ല. ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ, CPIയുടെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ പോലും ഇക്കാര്യം അറിഞ്ഞിട്ടില്ല. അപ്പോൾ CPI പോലും അറിയാതെ, ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ പോലും അറിയാതെ മുഖ്യ ഘടകകക്ഷി ഇത് വർഗീയ വിദ്വേഷം, ഞങ്ങളാരും പറയണ്ടല്ലോ, വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരസ്യമാണ് എന്ന് മുഖ്യ ഘടകകക്ഷി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് കൊടുത്തതിൻ്റെ ഉത്തരവാദി മന്ത്രി MP രാജേഷാണ്. അദ്ദേഹത്തിനാണ് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ആൾ. അദ്ദേഹം ഇന്നലെ ഇതിനെ ന്യായീകരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ ചെലവ് കുറവുള്ളതുകൊണ്ടാണ് ഈ 2 പത്രത്തിൽ പരസ്യം കൊടുത്തത്. അതിൻ്റെ തലേ ദിവസം പ്രമുഖ ദിനപത്രത്തിൽ 4 പേജുള്ള പരസ്യം കൊടുത്തിരുന്നു ഇവർ. അന്ന് അത് ഈ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരസ്യമല്ല, അത് വിവാദമായില്ല. 4 പേജുള്ള പരസ്യം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പത്രത്തിൽ, പേര് പറയുന്നില്ല കാരണം ഇതിനേക്കാൾ പണം കൊടുക്കേണ്ടി വരും, ഇതിനേക്കാൾ സർക്കുലേഷനുള്ള പത്രത്തിൽ 4 പേജുള്ള പരസ്യം കൊടുക്കാൻ അപ്പോൾ പണം ഉണ്ടായിരുന്നു. അപ്പോൾ പണമില്ലാത്തത് കൊണ്ടാണ് ഈ 2 പത്രം എടുത്തത് എന്നുള്ളത് കള്ളമാണ്, പച്ചക്കള്ളം പറയുന്നത്. പ്രമുഖ പത്രത്തിൽ 4 പേജ് പരസ്യം കൊടുക്കാമെങ്കിൽ അതാണ്. പിന്നെ സ്വന്തം പത്രത്തിൽ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ, ദേശാഭിമാനിക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത പരസ്യമാണ് ഈ 2 മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള കൊടുത്ത് അവിടെ വിദ്വേഷം ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്നത്. ഇത് വലിയ മുറിവാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവരെങ്ങോട്ടാണ് പോകുന്നത്, ഏത് വഴി? പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയത്തിന് ശേഷം സമനില നഷ്ടപ്പെട്ടിരിക്കുകയാണ് CPM നേതാക്കന്മാർക്ക്. എങ്ങനെ പറയണം, എന്തു പറയണം, ഏത് രീതിയിൽ പറയണമെന്ന് അറിയില്ല. ഇവരെ റിമോട്ട് കൺട്രോൾ ചെയ്യുന്നത് BJP ആണ്. ഇന്നലെ സന്ദീപ് വാര്യർ പറഞ്ഞ കറക്റ്റാണ്. BJPയുടെ ഓഫീസിൽ നിന്നാണെങ്കിൽ മാത്രമേ ഇങ്ങനൊരു പരസ്യം എഴുതി കൊടുക്കുകയുള്ളൂ. അത്രയും മോശമായും അത്രയും ഹീനമായ തരത്തിലുള്ള വർഗീയതയാണ് പ്രചരിപ്പിക്കാൻ നോക്കിയത്. അതിന് പാലക്കാട്ടത്തെ വോട്ടർമാർ ശക്തമായ തിരിച്ചടി കൊടുക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. അതാണ് ഈ തെരഞ്ഞെടുപ്പ്, ഇത് മതേതര കേരളമാണെന്നുള്ള പ്രഖ്യാപനം കൂടിയായിരിക്കും പാലക്കാടത്തെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ കാണാൻ പോകുന്നത്. ഭിന്നിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും BJPയുടെ, സംഘപരിവാറിൻ്റെ, CPMൻ്റെ
ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള എല്ലാ ശ്രമത്തിനും തക്കതായ തിരിച്ചടി കിട്ടും. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. ഈ പരസ്യം ഇത് അനുമതി മേടിക്കണം. അനുമതി മേടിച്ചിട്ടേ പ്രസിദ്ധീകരിക്കാൻ പാടുള്ളൂ. ഈ അവസാന ദിവസങ്ങളിൽ കൊടുക്കുന്ന പരസ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് മറുഭാഗത്തിന് അതിൻ്റെ മറുപടി കൊടുക്കാനുള്ള അവസരം കൂടി ഉണ്ടാകണം. ഇല്ലെങ്കിൽ അങ്ങനെ മറുപടി പറയേണ്ട കാര്യങ്ങളൊന്നും പറയരുത്. ഇവരാരും ഇത് കണ്ടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാവണത്? ഇപ്പോൾ ചേലക്കരയിലും പാലക്കാടും UDF കൊടുത്ത പരസ്യം ഞാൻ കണ്ട് എൻ്റെ അപ്രൂവലോടുകൂടിയാണ് കൊടുത്തത്. കാരണം ഞാനത് പറഞ്ഞിരുന്നു, ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ പറഞ്ഞിരുന്നു, ഒരാവശ്യമില്ലാത്ത വിവാദം അതിൻ്റെ അകത്ത് എഴുതരുത്. എനിക്ക് അതിൻ്റെ കോപ്പി, ഫൈനൽ കോപ്പി എനിക്ക് അയച്ചു തരും. അവർ ഒരു സ്ഥലത്ത് ഞാൻ ഉണ്ടായിരുന്നു ചേലക്കരയിൽ, പാലക്കാട് എനിക്ക് അവർ അയച്ചു തന്നു. ഞാൻ അപ്രൂവ് ചെയ്തതിന് ശേഷം, കാരണം നമ്മൾ അന്വേഷിക്കണം, ലീഡർഷിപ്പിലുള്ള ആളുകൾ ഇത് അന്വേഷിക്കണം എന്താണ് പരസ്യം കൊടുക്കുന്നതെന്ന്. അപ്പോൾ CPM-ൽ ഈ മന്ത്രി കണ്ടിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആരും കാണാതെ. ഇലക്ഷൻ കമ്മിറ്റി കയറി കൊടുക്കില്ല, ഇലക്ഷൻ കമ്മിറ്റി പോലും അറിയാതെയാണ്. മന്ത്രി ഇന്നലെ ഓൺ ചെയ്തല്ലോ, അത് ശരിയാണെന്ന് പറഞ്ഞല്ലോ, ഈ കൊടുത്തിരിക്കുന്ന പരസ്യം ശരിയാണെന്ന്. അപ്പം മന്ത്രിയാണ്, ഒരു സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിയാണ് CPI നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് പോലെ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു സാധനം കൊടുത്തിരിക്കുന്നത്. അത് ഇതിൻ്റെ ഗുരുതരമാണ് ഇത് എന്നുള്ളത് ഒന്നുകൂടി ചൂണ്ടിക്കാട്ടുന്നു. പിന്നെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനം നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതിന് പത്രത്തെ വിളിച്ച് മാത്രമല്ല ചോദിക്കേണ്ടത്, കൊടുത്ത ആളുകളെ കൂടി വിളിച്ച് ചോദിക്കണം, അതിനാവശ്യമായ നടപടികൾ എടുക്കണം. ഇത് കേരളത്തിൽ ഇനി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല എന്നതുകൊണ്ട് ഞങ്ങൾ ഇത് നിയമപരമായ പോരാട്ടവുമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ഞങ്ങൾ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ഗുരുതരമായ ഒരു ആരോപണം ഞങ്ങൾ നിയമസഭയിൽ ഞാൻ തന്നെ ഉന്നയിച്ചതാണ്. അന്ന് മുഖ്യമന്ത്രി നിശബ്ദനായി, മന്ത്രി കുറേ കാര്യങ്ങളൊക്കെ മറുപടി പറഞ്ഞു. ഇപ്പോൾ സുപ്രീം കോടതി വിധിയോടുകൂടി അദ്ദേഹം വിചാരണ നേരിടേണ്ട ഒരാളാണ് എന്ന് വന്നിരിക്കുകയാണ്. അദ്ദേഹമാണ് മന്ത്രിസ്ഥാനത്തിരുന്നത്. ഗുരുതരമായ കുറ്റമാണ്. ലഹരി മരുന്ന് കേസിൽ ഉൾപ്പെട്ട ഒരാളുടെ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് ലഹരി മരുന്ന് കൊണ്ടുവന്ന ഒരാൾ കേരളത്തിലേക്ക്, അത് ആ അടിവസ്ത്രം തെളിവായി സ്വീകരിച്ചു. ആ അടിവസ്ത്രം ഈ പറയുന്ന സാധനങ്ങൾ വയ്ക്കുന്ന കോടതിയിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ്റെ കൂടി അറിവോടുകൂടി അത് പുറത്തെടുത്ത് അതിൻ്റെ തയ്ച്ച് അതിൻ്റെ ഷേപ്പ് മാറ്റി വിചാരണ വേളയിൽ ഇത് അയാളുടെ അല്ല എന്ന് കാണിച്ചു. എത്ര ഗുരുതരമായ കുറ്റമാണ്! അങ്ങനെ ഒരാൾ കേരളത്തിലെ മന്ത്രിയായിരുന്നു എന്നത് കേരളത്തിന് അപമാനകരമാണ്. സത്യത്തിൽ അപമാനകരമായ കാര്യം. ഞാനിത് നിയമസഭയിൽ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി മൗനം പാലിച്ചു. കാസർഗോഡ് കുമ്പളയിൽ പോക്സോ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും കൂടാതെ 50 വർഷം കഠിന തടവും 4 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ബാംബ്രണ പൊയ്യാവളപ്പിലെ കിരൺ രാജ് ഷെട്ടിയെയാണ് കാസർഗോഡ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. കാസർഗോഡ് ജില്ലയിൽ പോക്സോ കേസിലെ ഏറ്റവും വലിയ ശിക്ഷകളിലൊന്നാണ് കാസർഗോഡ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി വിധിച്ചത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയായ ബംബ്രാണ പൊയ്യവളപ്പിലെ കിരൺ രാജ് ഷെട്ടിയെ ജീവപര്യന്തം കഠിന തടവിനും അതിനു പുറമെ 50 വർഷം കഠിന തടവിനും 4 ലക്ഷം രൂപ പിഴയടക്കുവാനുമാണ് കോടതി ശിക്ഷിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 16 മാസം അധിക കഠിന തടവ് അനുഭവിക്കണം. പോക്സോ വകുപ്പ്, SC/ST ആക്ട്, മറ്റ് വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പ്രതിയെ ജഡ്ജ് രാമു രമേശ് ചന്ദ്രബാനു ശിക്ഷിച്ചത്. 2018 ഒക്ടോബർ 8-ന് 11 മണിക്കും 2 മണിക്കുമിടയിലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. 13 വയസ്സ് മാത്രം പ്രായമുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആൾതാമസമില്ലാത്ത വീട്ടിൽ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി ഗൗരവതരമായ നിലയിൽ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കുകയായിരുന്നു. കുമ്പള പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്നത്തെ SMS DYSP ആയിരുന്ന K ഹരിശ്ചന്ദ്ര നായിക്കാണ് കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ AK പ്രിയ ഹാജരായി. പ്രതിയായ കിരൺ രാജ് ഷെട്ടിക്കെതിരായ പരാതിയിൽ നിന്നും പിന്മാറുവാൻ ഇരയെ ഭീഷണിപ്പെടുത്തിയെന്നതിന് സഹോദരൻ വരുൺ രാജ് ഷെട്ടിയെ നേരത്തെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കേസിൽ വിചാരണ നടപടികൾക്കിടെയാണ് ഇരയ്ക്കും കുടുംബത്തിനും നേരെ ഭീഷണിയുണ്ടായത്. ഇതേക്കുറിച്ച് കുട്ടി കോടതിയിൽ വിവരം നൽകുകയും കുമ്പള പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് അന്ന് വരുൺ രാജ് ഷെട്ടിയെ പിടികൂടുകയുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മലയോരത്തെ ആഘോഷ ലഹരിയിൽ ആഴ്ത്തി ഹോസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ കലോത്സവം.
മികച്ച സംഘാടനവും ജനകീയ പങ്കാളിത്തവുമാണ് കലോത്സവത്തെ വേറിട്ടതാക്കുന്നത്. നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം മലയോരത്തിന്റെ മണ്ണിലേക്ക് എത്തിയ സ്കൂൾ കലോത്സവത്തെ അക്ഷരാർത്ഥത്തിൽ ആഘോഷമാക്കുകയായിരുന്നു നാട്. മാലക്കല്ല സെന്റ് മേരീസ് UP സ്കൂളിലും കള്ളാർ ALP സ്കൂളിലുമാണ് ഹോസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ കലോത്സവം നടന്നത്. മോഹനം, നീലാംബരി, ഹംസധ്വനി, ചിത്രാംബരി, മലഹരി, തരംഗിണി, കനകാംഗി, കാമ്പോജി, ചന്ദ്രകാന്തം, മൽഹാർ, സൂര്യകാന്തം, നാടകപ്രിയ, ശ്രീരഞ്ജനി എന്നിങ്ങനെ 13 വേദികളിലായിരുന്നു മത്സരങ്ങൾ. 80ഓളം സ്കൂളുകളിൽ നിന്നായി 3500ഓളം കലാപ്രതിഭകൾ പങ്കെടുത്ത കലാമേള നാടിന് ഉത്സവ പ്രതീതി പകർന്നു. സ്കൂളുകൾക്ക് പുറമെ നാട്ടുകാരും കൈകോർത്തുകൊണ്ടാണ് കലോത്സവത്തെ വൻ വിജയമാക്കി തീർത്തത്. 2 ദിവസങ്ങളിലായി നടന്ന സ്റ്റേജ് തല മത്സരങ്ങളിലും 3 ദിവസങ്ങളിലായി നടന്ന സ്റ്റേജിലെ മത്സരങ്ങളിലും കടുത്ത മത്സരങ്ങളാണ് നടന്നത്. മികച്ച രീതിയിലുള്ള സംഘാടന പ്രവർത്തനങ്ങളും എടുത്തു പറയേണ്ടതാണ്. കലോത്സവ നഗരിയിലെത്തുന്നവർക്കായി വിവിധ സ്റ്റാളുകളും ഒരുക്കിയിരുന്നു. ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണം, വിൽപ്പന സ്റ്റാളുകൾ, ചിത്രപ്രദർശനം തുടങ്ങിയവ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മുഴുവൻ ദിവസവും രുചികരമായ ഭക്ഷണം വിളമ്പി ഊട്ടുപുരയും സജീവമായിരുന്നു. ന്യൂസ് ബ്യൂറോ, രാജപുരം. തീരമേഖലയിലെ പഞ്ചായത്തുകളിൽ പുലിയെ കണ്ടെന്ന പ്രചാരണമുയർന്ന സാഹചര്യത്തിൽ വനം വകുപ്പ് അധികൃതർ സ്ഥാപിച്ച ക്യാമറകളിൽ പുലി സാമീപ്യമുണ്ടായില്ലെന്ന് കണ്ടെത്തി. പീലിക്കോട്, മാങ്കടവത്ത്, കൊവ്വയിൽ 2 സ്ഥലങ്ങളിലായി സ്ഥാപിച്ച ക്യാമറ ട്രാപ്പുകളിൽ വനം വകുപ്പ് പരിശോധിച്ചെങ്കിലും പുലിയുടെ സമാനമായ ദൃശ്യങ്ങളൊന്നും ലഭിച്ചില്ലെന്നാണ് അധികൃതർ പറയുന്നത്. പടന്നയിലെ മദ്രസയ്ക്കടുത്ത് നിരീക്ഷണ ക്യാമറയിലും പിലിക്കോട്, മാങ്കടവത്ത്, കൊവ്വലിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പുലിയെ നേരിട്ടും കണ്ടുവെന്നറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് അധികൃതർ തിരച്ചിൽ നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായി പുലിയെ കണ്ടുവെന്ന് സ്ത്രീ തൊഴിലാളികൾ അറിയിച്ച സ്ഥലത്തെ കശുമാവിനടുത്തുള്ള തെങ്ങിലും കോഴി വളർത്തൽ കേന്ദ്രത്തിനടുത്തുമായി 2 ക്യാമറകൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്കും വൈകുന്നേരവും സ്ഥാപിച്ചിരുന്നു. ബുധനാഴ്ച രാവിലെ ക്യാമറ പരിശോധിച്ചപ്പോഴാണ് പുലിയുടെയോ സാമ്യമുള്ള ജീവികളുടെയോ സാമീപ്യമില്ലെന്ന് മനസ്സിലായത്. ചൊവ്വാഴ്ച പുലർച്ചെയും രാവിലെയുമായി പടന്നയിലും പിലിക്കോട്, മാങ്കടവത്ത്, കൊവ്വലിലും തീരദേശ മേഖലയിൽ പുലി ഇറങ്ങിയെന്ന പ്രചരണമുണ്ടായതോടെ തദ്ദേശ സ്ഥാപനങ്ങളുടെയും വനം, റവന്യൂ, പോലീസ് അധികൃതർ സ്ഥലത്തെത്തിയാണ് തിരച്ചിൽ നടത്തിയത്. റോഡിലും പരിസരങ്ങളിലും രാത്രികാലത്ത് ഇറങ്ങി നടക്കരുതെന്ന അധികൃതരുടെ മുന്നറിയിപ്പും പ്രദേശത്ത് നടത്തിയിരുന്നു. പിലിക്കോട് പഞ്ചായത്തിലെ മാങ്കടവത്ത്, കൊവ്വലിൽ കാസർഗോഡ് ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ K. അഷ്റഫ് സന്ദർശിച്ചു. പടന്നയിലും പിലിക്കോട്ടും കണ്ട ജീവി പുലിയാവാനുള്ള സാധ്യത കുറവാണെന്ന് അദ്ദേഹം പറഞ്ഞു. പിലിക്കോട് പടന്ന പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും പുലിയെ കണ്ടതായിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സ്ഥലപരിശോധനയ്ക്കായിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ പുലിയാണോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് 4 ആധുനികമായ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ പുലിയാണെങ്കിൽ അതിനെ ഇവിടെ നിന്ന് ഓടിക്കാൻ അല്ലെങ്കിൽ കൂട് വെച്ച് പിടിക്കാനുള്ള നടപടികൾ വനവകുപ്പ് സ്വീകരിക്കുന്നതായിരിക്കും. ഇത് നിലവിലിത് പുലിയാണ് സ്ഥിരീകരിച്ചിട്ടില്ല. സാധാരണ സ്ഥലങ്ങളിൽ കാട്ടുപൂച്ച കാണാറുണ്ട്. വലിയ കാട്ടുപൂച്ചയെ കാണുമ്പം പലർക്കും അത് പുലിയായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. സാധാരണഗതിയിൽ അത് ആരെയും ഉപദ്രവിക്കുന്ന ടൈപ്പല്ല. ജനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഓടി മറയുന്ന ഒരു ജീവിയാണ് പുലി. അതുകൊണ്ട് അങ്ങനെ പരിഭ്രാന്തി ഉണ്ടാവേണ്ട ആവശ്യമില്ല. രാത്രി കാലങ്ങളിൽ വനവകുപ്പിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയൊക്കെ നൈറ്റ് പട്രോളിംഗ് ഈ ഭാഗത്തുണ്ടായിരുന്നായിരിക്കും. വലിയ കാട്ടുപൂച്ചയെ പലപ്പോഴും തീരദേശ മേഖലയിൽ കണ്ടിട്ടുണ്ടെന്നും നാട്ടുകാരുടെ ആശങ്ക അകറ്റുന്ന നടപടികൾ ഉണ്ടാവുമെന്നും ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. ചൊവ്വാഴ്ച രാത്രി വനം വകുപ്പ്, പോലീസ് സേനാംഗങ്ങൾ പടന്ന പിലിക്കോട് പഞ്ചായത്ത് അതിരിൽ പട്രോളിംഗ് നടത്തുകയും ചെയ്തു. ഉർമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി.
പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകൾ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോട്ടപ്പാറ കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്രാഫേഷ്യൽ, മെഡിഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895 413 028. DDC MRI ഡയഗ്നോസ്റ്റിക് സെന്റർ. ആരോഗ്യപരിപാലന രംഗത്ത് കൃത്യമായ രോഗനിർണയം ചികിത്സയോളം പ്രാധാന്യമുള്ളതാണ്. വടക്കേ മലബാറിൽ അതിനൂതന ലാബ് സൗകര്യങ്ങളോടുകൂടി അൾട്രാസൗണ്ട് സ്കാനിംഗ് സൗകര്യവും മികച്ച ഫാർമസിയും 24 മണിക്കൂർ പ്രവർത്തന സജ്ജമായ ഉത്തര മലബാറിലെ ഏറ്റവും മികച്ച അഡ്വാൻസ്ഡ് 1.5 ടെസ്ല MRI സ്കാനിംഗ് സംവിധാനവും ഒരുക്കിയിരിക്കുന്നു. 1.5 ടെസ്ല സംവിധാനത്തിൽ സിഗ്നൽ ടു നോയ്സ് അനുപാത മികവ്, വ്യക്തതയോടുകൂടിയ പരിശോധനാ ഫലം ലഭ്യമാകുന്നു. വിദഗ്ധരായ മെഡിക്കൽ ഇമേജിംഗ് ടെക്നീഷ്യന്മാരുടെ സേവനത്തോടെ ഇനി പരിശോധനകൾ കൃത്യവും എളുപ്പവുമാകട്ടെ. DDC MRI ഡയഗ്നോസ്റ്റിക് സെന്റർ, ഓപ്പോസിറ്റ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, തോയമൽ, കാഞ്ഞങ്ങാട്. ഫോൺ 8848 628282. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചുമട്ടുതൊഴിലാളി യൂണിയൻ INTUC ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിലും ധർണയിലും നിരവധി പേർ പങ്കെടുത്തു. ക്ഷേമ ബോർഡ് പ്രവർത്തനം കാര്യക്ഷമമാക്കുക, ചുമട്ടുമേഖലയെ സംരക്ഷിക്കുക, ESI നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചുമട്ടുതൊഴിലാളി യൂണിയൻ INTUC ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. TV കുഞ്ഞിരാമന്റെ അധ്യക്ഷതയിൽ INTUC ജില്ലാ പ്രസിഡന്റ് PG ദേവ് ഉദ്ഘാടനം ചെയ്തു. സ്ഥാനത്ത് ഇപ്പോ അധികാരം കിട്ടിയതിനു ശേഷം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കന്മാർ ഇന്ന് കേരളത്തിലെ തൊഴിൽ മേഖലയിലെ ജനങ്ങളെതിരായി ചിന്തിക്കുന്നതിന് പ്രധാനപ്പെട്ട ആൾക്കാർ ചുമട്ടുതൊഴിലാളികളാണെന്നാണ് പറയുന്നത്. അവർ നോക്കുകൂലി വാങ്ങുന്നവരാണെന്നാണ് പറയുന്നത്. അവര് ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത് തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാക്കന്മാരാണ്. അപ്പൊ അതുകൊണ്ട് അനാവശ്യമായി ചുമട്ടുതൊഴിലാളികളെ പരിഹസിക്കുന്ന, ചുമട്ട് തൊഴിലാളി മേഖലയ്ക്ക് സംരക്ഷണം ഏർപ്പെടുത്താത്ത ഈ ഗവൺമെന്റ് തെറ്റിതിരുത്തണം. KM ശ്രീധരൻ, തോമസ് സെബാസ്റ്റ്യൻ, M കുഞ്ഞികൃഷ്ണൻ, PV ബാലകൃഷ്ണൻ, പുഷ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. വേണുഗോപാൽ ബന്തെടുക്ക, ചന്ദ്രൻ വിദ്യാനഗർ, ബാലു പൊയ്നാച്ചി, ഷാജി ചിറ്റാരിക്കാൽ, V ദാമോദരൻ, CB വിനോദ്, ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
ബേക്കൽ ഫോർട്ട് ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബേക്കൽ ഫോർട്ട് ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അതിരുകളില്ലാത്ത സമാധാനം എന്ന വിഷയത്തിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഗോവിന്ദൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചെയർമാൻ അഷ്റഫ് MB മൂസ ഉദ്ഘാടനം ചെയ്തു. നന്നായി വരച്ചുകൊണ്ട് എനിക്ക് വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇക്ബാൽ ഹൈസ്കൂളിലെയും അതുപോലെ ക്രിസന്റ് സ്കൂളിലെയും ഞാൻ ചെയർമാനായിട്ടുള്ള 2 സ്ഥാപനത്തിൻ്റെ കുട്ടികളാണ് ഇവിടെ ഉള്ളത്. ലയൺസ് ക്ലബ് ഓഫ് ആ കുട്ടികളെ തിരഞ്ഞെടുത്തതിൽ എൻ്റെ സന്തോഷം ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. എന്തായാലും ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തെളിയിക്കുക. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിച്ചു എന്ന് മാത്രം. ലയൺസ് റീജിയണൽ ചെയർമാൻ അബ്ദുൽ നാസർ PM, പ്രധാനാധ്യാപകൻ അസീസ്, നൌഷാദ് CM, മുനീർ M, അൻവർ ഹസൻ, ഹാറൂൺ ചിത്താരി, മുഹമ്മദ് അലി ലണ്ടൻ, അഷ്റഫ് കൊളവയൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രോഗ്രാം ഡയറക്ടർ MB ഹനീഫ് സ്വാഗതവും ഷൗക്കത്ത് AK നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബാത്തൂർ കഴകം പനത്തടി താനത്തിങ്കാൽ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ആഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു. ചെയർമാൻ N ബാലചന്ദ്രൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. 2025 മാർച്ച് 21, 22, 23 തീയതികളിൽ നടക്കുന്ന ബാത്തൂർ കഴകം പനത്തടി വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ആഘോഷ കമ്മിറ്റി ഓഫീസ് ചെയർമാൻ N ബാലചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ തെയ്യംകെട്ട് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടിറങ്ങേണ്ടതുണ്ട്. എന്തോ ദൈവഹിതം പോലെ നമ്മൾ ഇന്ന് ഈ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ച് ഇന്ന് തൊട്ട് തന്നെ ബാക്കി എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നോട്ടിറങ്ങുകയാണ്. എത്രയും പെട്ടെന്ന് അടുത്ത ദിവസങ്ങളിൽ സബ് കമ്മിറ്റികൾ പ്രത്യേക യോഗം ചേർന്ന് അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി സബ് കമ്മിറ്റികൾക്ക് അവരുടെ ചുമതല മാത്രം കഴകത്തെ നിർദ്ദേശപ്രകാരം ഏൽപ്പിച്ചു കൊടുത്ത് സബ് കമ്മിറ്റികൾ നിലംപണിയായാലും പന്തൽപ്പണിയായാലും ബാക്കി എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നോട്ടിറങ്ങാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുന്നതാണ്. ഇന്ന് പ്രതിഷ്ഠാ ദിനം കൂടിയാണ് താനത്തിങ്കാല്. ജനറൽ കൺവീനർ കൂക്കൽ ബാലകൃഷ്ണൻ, ബാത്തൂർ കഴകം പ്രസിഡന്റ് EK ഷാജി, ട്രഷറർ മനോജ് പുല്ലുമല, വളപ്പിൽ സുകുമാരൻ നായർ, ഉണ്ണികൃഷ്ണൻ താണത്തിങ്കാൽ, VV കുമാരൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാധാ സുകുമാരൻ, വിൻസെന്റ്, ഗീത വളപ്പിൽ, മാധവി, പ്രശാന്ത് താണത്തിങ്കൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ സഹകാര്യ സംഗമവും ജില്ലാതല സെമിനാറും സംഘടിപ്പിച്ചു. കേരള ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി കേരള ബാങ്ക് ഡയറക്ടർ സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. 71ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി കാസർഗോഡ് സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ കേരള ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് സഹകാരി സംഗമവും ജില്ലാതല സെമിനാറും സംഘടിപ്പിച്ചു. കേരള ബാങ്ക് ഡയറക്ടർ സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖല ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പൊതുവായ യോജിപ്പ് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഘട്ടത്തിലാണ് 71ാമത് സഹകരണ വാരാഘോഷം നടക്കുന്നത്. നമ്മുടെ രാജ്യത്ത് സഹകരണ പ്രസ്ഥാനം അതിൻ്റെ എല്ലാ ശക്തിയും ഉപയോഗപ്പെടുത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകത്തെ സഹകരണ മേഖലയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന് തെളിയിച്ചതാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം. സഹകരണ പ്രസ്ഥാനത്തെ ശാക്തീകരിക്കൽ സഹകരണ നിയമ ഭേദഗതിയിലൂടെ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ ICM കണ്ണൂർ ഫാക്കൽറ്റി മെമ്പർ CV വിനോദ് കുമാർ വിഷയാവതരണം നടത്തി. സംഘാടക സമിതി ചെയർമാൻ SJ പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ലസിത K, ജോയിന്റ് ഡയറക്ടർമാരായ A രമ, സുജാത, ഡെപ്യൂട്ടി രജിസ്ട്രാർ V ചന്ദ്രൻ, KV കുഞ്ഞിരാമൻ, കരുണാകരൻ നമ്പ്യാർ, K മുരളീധരൻ, VS സുബ്രഹ്മണ്യ കടമ്പലിത്തായ, VR വിദ്യാസാഗർ, ഹാഷിം ബംബ്രാണി, P സവിത, PK ബാലകൃഷ്ണൻ, P ലോഹിതാക്ഷൻ, മനോജ് കുമാർ KV, ശാന്താരാമ ഷെട്ടി, രാമചന്ദ്ര, KP വിശ്വനാഥൻ, B സുകുമാരൻ, B ബാബുരാജ് എന്നിവർ സംസാരിച്ചു. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ KR ജയാനന്ദ സ്വാഗതവും അസിസ്റ്റന്റ് ഡയറക്ടർ ലത TM നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഒരിടവേള കൂടി.
എന്താ? ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റും? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, കോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors, അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറി മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കോട്ടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ. എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്ര ചികിത്സാ രംഗത്ത് നൂതന സാങ്കേതികതയുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ്, മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്ര പാട്ട് മഹോത്സവം പ്രഭാഷകനും സാംസ്കാരിക പ്രവർത്തകനുമായ VK സുരേഷ് ബാബു പ്രഭാഷണം നടത്തി. പ്രസിദ്ധമായ മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കൽ ഭഗവതി ക്ഷേത്രപാട്ട് മഹോത്സവത്തിന്റെ സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ പ്രഭാഷണം നടന്നു. പ്രമുഖ പ്രഭാഷകനും സാംസ്കാരിക പ്രവർത്തകനുമായ VK സുരേഷ് ബാബു പ്രഭാഷണം നടത്തി. മനുഷ്യക്കൂട്ടത്തിന് ആനന്ദം എപ്പോഴാണ് മേലോട്ടുയരുന്നത്?
പക്ഷിമൃഗാദികൾക്ക് ആനന്ദം ലഭിക്കുന്നത് നല്ല ഭക്ഷണം കിട്ടിയാൽ, നല്ല ഇണയെ കിട്ടിയാൽ, നല്ല കാലാവസ്ഥ കിട്ടിയാൽ അവർക്ക് ആനന്ദമുണ്ടാകും. എന്നാൽ മനുഷ്യന് ആനന്ദം മേലോട്ട് ഉയരുന്നത് അവന് സച്ചിദാനന്ദം ഉണ്ടാകുമ്പോഴാണ്. എന്താണ് ഈ സച്ചിദാനന്ദം? സച്ചിദാനന്ദം എന്ന വാക്കിന് 3 വാക്കുകൾ ചേർന്നിട്ടാണ് അർത്ഥമുണ്ടാകുന്നത്. സത്ത്, ചിത്ത്, ആനന്ദം. സത്ത്, ചിത്ത്, സത്ത് അറിയാം, സത്യം. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കരുണൻ മുട്ടത്ത് അധ്യക്ഷത വഹിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ശശി ആക്കോട്ട്, കൺവീനർ നാരായണൻ മൂത്തൽ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അശോകൻ എന്നിവർ നേതൃത്വം നൽകി. പ്രഭാഷണത്തിന് ശേഷം പ്രഭാഷകൻ PK സുരേഷ് ബാബുവിനെ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കരുണൻ മുട്ടത്ത് പൊന്നാടയണിയിച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നിർമ്മാണ തൊഴിലാളി യൂണിയൻ STU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് സമരസംഗമം നടത്തി. കുടിശ്ശികയായി കിടക്കുന്ന പെൻഷൻ അടിയന്തരമായി കൊടുത്തു തീർക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് സമരസംഘം സംഘടിപ്പിച്ചത്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻകാർക്ക് 14 മാസമായി കുടിശ്ശികയായി കിടക്കുന്ന പെൻഷൻ അടിയന്തരമായി കൊടുത്തു തീർക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മാണ തൊഴിലാളി യൂണിയൻ STU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ 3 മേഖലകളിലായി നടത്തുന്ന സമരസംഗമത്തിന്റെ ഭാഗമായി കാസർഗോഡ് നടന്ന സംഗമത്തിൽ പ്രതിഷേധമിരമ്പി. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന സംഗമം STU ദേശീയ വൈസ് പ്രസിഡന്റ് A. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സർക്കാർ ഈ പാവപ്പെട്ട ജനവിഭാഗത്തോട് കാണിക്കുന്ന ഈ അതിരറ്റ ദ്രോഹ നടപടികളിൽ രാജ്യത്തെ പ്രതിഷേധിക്കാനുള്ള ഏക സംഘടന STU മാത്രമാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് CA ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. STU സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് അഷ്റഫ് സമരപ്രഖ്യാപനം നടത്തി. STU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീർ, സെക്രട്ടറി ഷെരീഫ് കൊടവഞ്ചി, ജില്ലാ ഭാരവാഹികളായ മുത്തലിബ് പാറക്കെട്ട്, PIA ലത്തീഫ്, മൊയ്തീൻ കൊല്ലമ്പാടി, LK ഇബ്രാഹിം, ഷുക്കൂർ ചെർക്കള, സുബൈർ മാര, ഹനീഫ് പാറ, MK ഇബ്രാഹിം പൗവൽ, അബ്ദുറഹ്മാൻ കടമ്പള, AH മുഹമ്മദ് ആദൂർ, ഷിഹാബ് റഹ്മാനിയ നഗർ, HA അബ്ദുള്ള, മുഹമ്മദ് മൊഗ്രാൽ, സൈനുദ്ദീൻ തുരുത്തി, ഷാഫി പള്ളത്തടുക്ക, SK അബ്ബാസലി എന്നിവർ സംസാരിച്ചു. സമരത്തിന്റെ ഭാഗമായി ക്ഷേമനിധി ബോർഡ് ചെയർമാന് 10,000 പോസ്റ്റ് കാർഡുകൾ അയച്ചു. അടുത്ത സമരസംഗമം 22-ന് ഉപ്പളയിൽ നടത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹരിപുരം വിഷ്ണുമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പുണർദം ഉത്സവത്തിന് സമാപനമായി. സർവേശ്വരി വിളക്ക് പൂജ നടന്നു. ഹരിപുരം വിഷ്ണുമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര പുണർദം ഉത്സവത്തിന്റെ ഭാഗമായി സർവൈശ്വര്യ വിളക്കുപൂജ നടന്നു. ക്ഷേത്ര മാതൃസമിതിയാണ് സർവൈശ്വര്യ വിളക്കുപൂജയ്ക്ക് നേതൃത്വം നൽകിയത്. തുളസീവനം രോഹിണി അന്തർജനം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നാടിന്റെ നാനാഭാഗത്തു നിന്ന് നിരവധി കുട്ടികളും അമ്മമാരും സർവൈശ്വര്യ വിളക്കുപൂജയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ സെന്റ് പോൾ സ്കൂൾ റോഡിലേക്ക് വാടക ക്വാർട്ടേഴ്സിൽ നിന്നും മലിനജലം ഒഴുക്കിവിട്ടത് നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കി. ഗ്രാമപഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി കെട്ടിട ഉടമയെ വിളിച്ചു വരുത്തി 24 മണിക്കൂറിനകം ജനങ്ങളുടെ പരാതിക്ക് പരിഹാരം കാണാൻ ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂർ ടൗണിൽ നിന്നും റെയിൽവേ സ്റ്റേഷന് മുന്നിലൂടെ സെന്റ് പോൾസ് സ്കൂളിലേക്കുള്ള പഞ്ചായത്ത് റോഡിലേക്കാണ് മൊട്ടമല്ലെ പ്രവാസിയുടെ ഉടമസ്ഥതയിലുള്ള ക്വാർട്ടേഴ്സിലെ മലിനജലം ഒഴുക്കിവിട്ടത്. ദിവസങ്ങളായി പുറത്തേക്ക് ഒഴുകിയിറങ്ങിയ മലിനജലം റോഡിൽ കെട്ടിക്കിടന്നുണ്ടായ ദുർഗന്ധം സ്കൂൾ വിദ്യാർത്ഥികൾക്കും കാൽനടയാത്രക്കാർക്കും ദുരിതമായി മാറിയിരുന്നു. ബുധനാഴ്ച രാവിലെ ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരെയും ആരോഗ്യ പ്രവർത്തകരെയും വിവരമറിയിച്ചതോടെ അവർ സ്ഥലത്തെത്തി ഉടമയെ വിളിച്ചു വരുത്തുകയായിരുന്നു.
മലിനജല സംഭരണി ഉയർത്തിക്കെട്ടി പുറത്തേക്കൊഴുക്കുന്നത് 24 മണിക്കൂറിനകം തടഞ്ഞില്ലെങ്കിൽ കടുത്ത നിയമ നടപടി എടുക്കുമെന്ന് തൃക്കരിപ്പൂർ പഞ്ചായത്ത് അധികൃതരും ഉടുമ്പുന്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെയും പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർമാരും പറഞ്ഞു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് വർഗീയ പരസ്യം നൽകി കേരളത്തിന്റെ മതേതര മനസ്സിനെ CPM മുറിവേൽപ്പിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഹീനമായ തരത്തിലുള്ള വർഗീയത പ്രചരിപ്പിച്ച പരസ്യം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നും VD സതീശൻ. കുമ്പളയിൽ പോക്സോ കേസിൽ പ്രതിക്ക് 50 വർഷം കഠിന തടവും 4 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 13 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് വിധി. മലയോരത്തെ ആഘോഷ ലഹരിയിലാഴ്ത്തി ഹോസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ കലോത്സവം. മികച്ച സംഘാടനവും ജനകീയ പങ്കാളിത്തവുമാണ് കലോത്സവത്തെ വേറിട്ടതാക്കുന്നത്. തീരമേഖലയിലെ പഞ്ചായത്തുകളിൽ പുലിയെ കണ്ടെന്ന പ്രചാരണമുയർന്ന സാഹചര്യം. വനം വകുപ്പ് അധികൃതർ സ്ഥാപിച്ച ക്യാമറകളിൽ പുലി സമീപമുണ്ടായില്ലെന്ന് കണ്ടെത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചുമട്ടുതൊഴിലാളി യൂണിയൻ INTUC ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബേക്കൽ ഫോർട്ട് ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബാത്തൂർ കഴകം പനത്തടി താനത്തിങ്കൾ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ആഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു. ചെയർമാൻ N ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.